ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് 2 വർഷം പൂർത്തിയാക്കിയ 2 മന്ത്രിമാർ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. അവർ ഭരണത്തിലേറുമ്പോൾ തന്നെ ആ ഒരു ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു. അങ്ങനെ ആ തീരുമാനം നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അങ്ങനെ നോക്കുമ്പോഴും അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലാണ്. നാളിതുവരെ ഈ കഴിഞ്ഞ, അതായത് നമ്മൾ കേരള സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട 1956 നവംബർ 1 ശേഷം ഇന്ന് വരെ ഇത്ര കടുത്ത പ്രതിസന്ധിയിൽ സംസ്ഥാനം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ എപ്പോഴും വാദിക്കാറുള്ളത്. എത്തിയിട്ടില്ലെന്ന് വാദിക്കുക മാത്രമല്ല, 2016-17 കടം GSDP അനുപാതം 30% അതിനുശേഷം 19, 20, 20, 21 ഈ വർഷം വരെ അത് 35% മുകളിലാണ്. ഈ വർഷമാണെങ്കിൽ 36.05% ആണ്. അതായത് കടം GSDP റേഷ്യോ, കടമെടുക്കുന്നതും GSDPയും തമ്മിലുള്ള, GSDP എന്ന് വെച്ചാൽ ആഭ്യന്തര മൊത്ത വരുമാനം, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം. അപ്പോൾ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്താ പറയുന്നതെന്നറിയാമോ? ഈ കടം മൊത്ത ആഭ്യന്തര വരുമാന റേഷ്യോ അനുപാതം 29% കൂടരുത് എന്നാണ് പറയുന്നത്. അതാണ് 36.5% ആയിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഓർക്കണം, എപ്പോഴും LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ് ധാരാളിത്തം കാണിക്കുന്നതെന്ന് പറയുമായിരുന്നു. പക്ഷേ UDF ഭരിച്ച 2011-12 മുതൽ 15-16 വരെയുള്ള കാലങ്ങളിൽ ഒറ്റ വർഷം പോലും 30% മുകളിൽ പോയിട്ടില്ല. ഒറ്റ പ്രാവശ്യമാണ് 30%-ലെത്തിയത്. ബാക്കി എല്ലാ വർഷങ്ങളിലും 29, 28 ഈ തരത്തിലായിരുന്നു ഈ കടം GSDP റേഷ്യോ. പക്ഷേ LDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം ഒന്നാമത്തെ വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും അത് കടം GSDP റേഷ്യോ 29% മുകളിൽ എന്ന് പറഞ്ഞാൽ പോരാ, 35% മുകളിലാണ്. അപ്പം അങ്ങനെ ഈ വർഷമാണെങ്കിൽ ഈ അടുത്തിടെയാണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക് വന്നത്. ഇന്ത്യയിൽ തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് 35% മുകളിലുള്ള ഡെറ്റ് GSDP റേഷ്യോ ഉള്ള വലിയ അപകടകരമായ കടത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ എന്താണ് പറയുക, 2 മന്ത്രിമാർ രാജിവെച്ചു, പകരം 2 മന്ത്രിമാർ വന്നു. അതിനിപ്പോൾ എന്താ, തൽസ്ഥിതി തുടരുന്നു എന്നല്ലേ നമുക്ക് തോന്നുക? അല്ല, തൽസ്ഥിതി അവിടെ തുടരുകയല്ല ചെയ്യുന്നത്. ഈ 2 മന്ത്രിമാർക്ക് വേണ്ടി ഒരു 30 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ആ 30 പേഴ്സണൽ സ്റ്റാഫിലെ ഏറ്റവും കുറഞ്ഞ പക്ഷം 15 പേരെങ്കിലും രാഷ്ട്രീയക്കാരായിരിക്കും. അതായത് 8ാം ക്ലാസ്സും ഗുസ്തിയുള്ളവരാകാം, ചിലരൊക്കെ എന്തെങ്കിലും മെച്ചപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവരാകാം, എങ്കിലും ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കത്തില്ല അവരെ രാഷ്ട്രീയക്കാരായിട്ട് വരുന്ന പേഴ്സണൽ സ്റ്റാഫ്. എന്തുകൊണ്ടാണ്? ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ നല്ല ജോലി കിട്ടിപ്പോകും. അവർ രാഷ്ട്രീയക്കാരുടെ ഇങ്ങനെ വാലാട്ടികളായിട്ട് നിൽക്കില്ല, പേഴ്സണൽ സ്റ്റാഫായിട്ട് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പേഴ്സണൽ സ്റ്റാഫായിട്ട് വരുന്ന രാഷ്ട്രീയക്കാർ താരതമ്യേന വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരായിരിക്കും, വേറെ ജോലി തേടി പിടിക്കാൻ ശേഷിയില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ പക്ഷം 30 പേഴ്സണൽ സ്റ്റാഫ് ആണെങ്കിൽ അതിൻ്റെ പകുതി പേരെങ്കിലും, പകുതിയേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഒട്ടുമിക്ക ഗവൺമെൻറ്റുകളിലും പകുതിയിലധികം പേഴ്സണൽ സ്റ്റാഫും സാധാരണക്കാരായ രാഷ്ട്രീയക്കാരായിരിക്കും, ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കത്തില്ല. ബാക്കിയുള്ളവരാണ് സേവനത്തിൽ ഇരിക്കുന്നവരെ ഡെപ്യൂട്ടേഷനിൽ വരുന്നവർ. അപ്പോൾ ഈ സേവനത്തിൽ ഇരിക്കുന്നവർ ഡെപ്യൂട്ടേഷനിൽ വരുമ്പോൾ അവർക്കായിട്ട് അഡീഷണലായിട്ട് ചെലവുകൾ കുറേ വരും. പക്ഷേ അതത്ര അപകടകരമല്ല. പക്ഷേ ഈ രാഷ്ട്രീയക്കാർ പേഴ്സണൽ സ്റ്റാഫിൽ വന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റി വേറെ അത്രയും തന്നെ ആൾക്കാരെ എടുക്കും. അപ്പോൾ എന്താണ് ഈ 2 വർഷം കഴിയുമ്പോൾ മാറ്റുന്നതിൻ്റെ? അതായത് നമ്മുടെ അസംബ്ലിയിൽ തന്നെ പാസ്സാക്കിയ നിയമം അനുസരിച്ച് 2 വർഷം കഴിഞ്ഞാൽ അവർക്ക് പെൻഷനുള്ള അർഹത വരുന്നു.
അപ്പൊ ഈ 2 വർഷം അവർ ശമ്പളമൊക്കെ വാങ്ങിച്ച് മിടുക്കരായിട്ട് നടന്നു. ചിലപ്പോൾ കിമ്പളവും വാങ്ങിച്ചിട്ടുണ്ടാകും, അത് നമുക്ക് ഉറപ്പില്ല. നല്ല മനുഷ്യരും കാണും കിമ്പളം ഒന്നും വാങ്ങിക്കാത്തവര്. അപ്പൊ അങ്ങനെ നടന്ന അവര് 2 വർഷം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2.5 വർഷം കഴിയുമ്പോഴത്തേക്കും വേറെ 15 പേർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവര് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവര് പുറത്തേക്ക് പോകുന്നത് വെറും കൈയോടെ അല്ല. അവർ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷൻ എന്ന ഉറപ്പാണ്. ആ ഉറപ്പുള്ള പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ്സുമായിട്ടാണ് അവര് ആ സേവനത്തിൽ നിന്ന് മാറുന്നത്. അപ്പൊ അടുത്ത അത്രയും തന്നെ പേര്, 15 പേരാണെങ്കിൽ അടുത്ത 15 പേര് വരുന്നു. അവർ വീണ്ടും ഇതുപോലെ പിന്നെ അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖജനാവിന് വലിയ പറയുക, അതിനകത്ത് നിന്ന് വലിയ ലീക്കേജ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ ഒന്നുമില്ല. പേഴ്സണൽ സ്റ്റാഫിന് 2 വർഷം കഴിഞ്ഞാൽ, 2 വർഷം 1 ദിവസവും കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആജീവനാന്ത പെൻഷൻ എന്ന സിസ്റ്റം ഇന്ത്യയിൽ എവിടെയുമില്ല, ഒരുപക്ഷെ ലോകത്ത് എവിടെയുമില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം കേരളത്തിൽ മാത്രമായിട്ടാണ് കൊണ്ടുവന്നത്. അതൊക്കെയാണ് കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഒക്കെ ഇങ്ങനെ അവതാളത്തിലാകാനുള്ള കാരണങ്ങളിൽ ഒന്ന്. അതായത് ഇവിടെ ഇത് കൊണ്ടുവന്നത് ലേബർ മിലിറ്റൻസിയാണ് കാരണം. രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്ന്, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒത്തുചേർന്നിരുന്ന് നമ്മളെ സഹായിച്ച് നമ്മുടെ പുറകെ നമ്മുടെ പെട്ടി പിടിച്ച് ഒക്കെ നടക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഇട്ടെറിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇട്ടെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ ഒരു നിയമനിർമ്മാണം നടത്തുന്നു. ആ നിയമനിർമ്മാണം വഴി 2 വർഷം പിന്നെ പേഴ്സണൽ സ്റ്റാഫായിട്ട് സേവനം ചെയ്യുന്നവരൊക്കെ പിന്നെ ആജീവനാന്ത കാലം മുഴുവനും പെൻഷൻ കിട്ടാം. അവർക്ക് വേറെ ജോലി കിട്ടിപ്പോയാലും, പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ നല്ല ഒന്നാന്തരം ജോലി കിട്ടിപ്പോയാലും അവർ ഈ പെൻഷൻ തുടരും. കാരണം അത് പ്രൈവറ്റ് സെക്ടറിലാണ്. അതും ഇതും കൂടെ ആരും ക്ലബ് ചെയ്യത്തില്ല. അങ്ങനെ എൻക്വയറി ഒന്നും നടത്തി ഇവന്റെ പുറകെ ചെല്ലാൻ ആരും കാണത്തുമില്ല. അപ്പൊ ഇത് വലിയ ഒരു ലീക്കേജാണ്. ധനപ്രതിസന്ധിയിൽ ആണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതിഭീകരമായ. അപ്പൊ എന്താണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതേ പറ്റിയുള്ള, ഈ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരിക്കൽ ഒരു പിന്നെ ഏഷ്യാനെറ്റിൽ വെച്ച് ഒരു ചർച്ച, ആ ചർച്ചയിൽ വളരെ കാലം വളരെ പ്രശസ്തനായ മന്ത്രിയായിരുന്ന ഒരാളും, അതുപോലെ തന്നെ അന്ന് UDF ഭരിക്കുന്ന കാലാണ്, UDFിലെ തന്നെ ഒരു നേതാവ്, അതായത് ഒരു സഖ്യകക്ഷിയുടെ നേതാവും ആ ചർച്ചയിലുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ വലിയ തുക, പിന്നെ അതായത് ആകെപ്പാടെ നമ്മുടെ പെൻഷൻ തുകയുടെ ഒരു വലിയ തുക തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടി വരുന്നു. കാരണം ഒരു മന്ത്രി തന്നെ ഏറ്റവും കുറഞ്ഞത് 30 പേർക്കെങ്കിലും ആജീവനാന്ത പെൻഷനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ 20 21 മന്ത്രിമാരുണ്ടെങ്കിൽ അവര് എത്രയോ പേർക്കാണ് ഇങ്ങനെ ആജീവനാന്ത പെൻഷനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്. ഇത് ഓരോ 5 വർഷവും ഈ 20 മന്ത്രിമാരും ഈ തരത്തില് പെൻഷനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ 5 വർഷവും. കാരണം ഇത് LDFനും UDFനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്കീമാണ്. അപ്പൊ അന്ന് ഏഷ്യാനെറ്റിലെ ആ ചാനൽ ചർച്ചയിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. പൊതുജനങ്ങളിൽ നിന്നുള്ള പണം, അതായത് നികുതി പണം എടുത്താണ് ഇങ്ങനെ പിന്നെ 2 വർഷം സേവനം നടത്തിയവർക്ക് പോലും ആജീവനാന്ത പെൻഷനുള്ള അർഹത സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ നിയമത്തെ എടുത്തു മാറ്റാനുള്ള അവകാശവും അസംബ്ലിക്ക് തന്നെയുണ്ട്. അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയായി പലവട്ടം കേരളത്തിലെ മന്ത്രിയായി ഉന്നത പദവി വഹിച്ചിട്ടുള്ള അദ്ദേഹവും UDFിന്റെ സഖ്യകക്ഷിയുടെ നേതാവും ഒരേ സ്വരത്തിൽ അതിനെ ന്യായീകരിച്ചു. ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റില്ല. എന്താണ് അവർ തന്നെ അതിനുവേണ്ടി പറഞ്ഞ മറുപടി എന്നറിയാം. അതായത് ജീവിതകാലം മുഴുവനും രാഷ്ട്രീയ സേവനം നടത്തിക്കൊണ്ട് നടക്കുന്ന പാവപ്പെട്ടവർക്കാണ് ഇങ്ങനെയുള്ള ഈ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നത്. അത് അവരോടുള്ള ഒരു ചെറിയ നന്ദി പ്രകടനം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ അതിലേറെ അർഹിക്കുന്നു എന്നാണ് ആ 2 മഹാരഥന്മാരും എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിച്ചില്ല. ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നത്, അർഹതയുള്ളവർക്ക് മാത്രമാണ് കൊടുക്കേണ്ട. അതിനേക്കാൾ അർഹതയുള്ള എന്തുമാത്രം പേരാണ് പല രീതിയിലും നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് തികഞ്ഞ അനീതിയാണ് എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ ആ ചർച്ചയിൽ നിന്ന് വിടുന്നത്. പക്ഷെ ഓർമ്മിക്കുക, ഇപ്പോഴും അത് തുടരുകയാണ്.
അതിനൊരു മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കുന്നവർ പോലും കേരളത്തിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇനിയിപ്പോൾ അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ, എന്നിട്ട് തന്നെ ആ ചർച്ച കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ ഒരുപാട് പേര്, അതായത് ഇങ്ങനെ 2 വർഷം കഴിഞ്ഞ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നെ വിളിച്ചു വളരെ അസഹിഷ്ണുതയോടുകൂടി സംസാരിച്ചു എന്ന കാര്യം വരെ ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ അവരുടെ ഒന്നും പേരിവിടെ വിളിച്ചു പറയുന്നില്ല, കാരണം എനിക്ക് അവരോട് ആരോടും വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല. അവരൊക്കെ തീർച്ചയായിട്ടും അതുപോലെ ഒരു സഹായം അർഹിക്കുന്നവരാണ്. കാരണം പാർട്ടി എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം ഒരു ജോലി ഉണ്ടാക്കണം, ആ തരത്തിൽ സ്വന്തം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊന്നും ചിന്തിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടിയപ്പോഴൊന്നും അവരത് ചെയ്തിട്ടില്ല, അഥവാ അതിനുള്ള പ്രാപ്തി ഇല്ലായിരിക്കാം. രണ്ടായാലും ഇത് നാട്ടിലെ പണമാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ സമസ്ത മേഖലകളിലും തളർന്നു കിടക്കുകയാണ്. ഇവിടേക്ക് വ്യവസായം വരുന്നില്ല. പല പ്രഖ്യാപനങ്ങളും ഇപ്പം തന്നെ 1 കോടിയിലധികം വ്യവസായ യൂണിറ്റുകൾ തുടങ്ങി എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊക്കെ നമുക്കറിയാം, അടുത്ത വർഷവും ഈ ആവർത്തനം നടത്തും. പക്ഷെ ഇവിടെ വ്യവസായം ഒന്നും വരുന്നില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. അത്തരം ദുരവസ്ഥയിലാണ് കേരളം എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ കഴിയുന്ന കേരളം, അതും അതായത് കേരളത്തിന്റെ ചരിത്രം സൂചിപ്പിക്കുന്ന ഏറ്റവും കടുത്ത ധനപ്രതിസന്ധിയിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ദുർച്ചെലവുകൾ, അത് ധൂർത്താണ്, അത് ദുർച്ചെലവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഭരണകൂടത്തിന് ഇല്ല എങ്കിൽ കടക്കെണിയിലേക്ക് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് തന്നെ പറയാനേ നമുക്ക് പറ്റുകയുള്ളൂ.